നമസ്കാരം. ഒരു പോഡ്കാസ്റ്റ് തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി ശരിക്കും പറഞ്ഞാൽ. അതിപ്പോൾ തുടങ്ങണത് എന്താണെന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേഴ്സാണ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. നമ്മൾ പ്രവാസി എന്നുള്ളൊരു രീതി എടുത്താൽ മതി. പ്രവാസിയായിട്ടിപ്പോൾ എത്ര വർഷങ്ങളായി? 2000-ൽ നമ്മൾ ശരിക്കും 94-ൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു 22 വയസ്സൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ യാത്ര മൊത്തം ചെയ്യുമ്പോൾ അമേസിങ് സ്റ്റോറീസാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്ര വർഷം? എനിക്കിപ്പോൾ 50 വയസ്സ് കഴിഞ്ഞു. നമ്മളിപ്പം ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ട് ഇപ്പം താമസിക്കുന്ന അമേരിക്കയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ കേരളം വിട്ട് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്നു. ബാംഗ്ലൂരിൽ 3 വർഷത്തെ ഒരു പഠിത്തമൊക്കെ കഴിഞ്ഞ് നമ്മൾ ബോംബെയിൽ ജോലി ചെയ്ത് പിന്നെ ഒറീസയിൽ കുറച്ച് ആൾ ജോലി ചെയ്യുന്നു. പിന്നെ അബുദാബിയിൽ വരുന്നു. അബുദാബിയിൽ വന്നിട്ട് അബുദാബിയിൽ നിന്ന് പിന്നെ UK വരുന്നു. 2001-ലാണ് UK വരുന്നത്. UK ഒരു നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുന്നു. പിന്നെ 2018 അവിടുന്ന് നമ്മൾ അമേരിക്കയ്ക്ക് പോവുകയാണ്. യാത്ര ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു ജേർണിയാണ്. ഈ ജേർണിയിൽ ഒത്തിരി പേരെ പരിചയപ്പെട്ടു, ഒത്തിരി നേഴ്സുമാർ. ഇപ്പം നമ്മൾ പ്രവാസികൾ, നമ്മൾ മലയാളികൾ മാത്രമൊന്നുമല്ലല്ലോ പ്രവാസികളായിട്ട് യാത്ര ചെയ്യുന്നത്. ഒത്തിരി മനുഷ്യർ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം ലോകത്ത് നിന്നുള്ള ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന്, കേൾക്കാത്ത രാജ്യങ്ങളിൽ നിന്ന് പോലും ഉള്ള ആളുകളെ കാണാനായിട്ടും പരിചയപ്പെടാനായിട്ടൊക്കെ ഒരു ഭാഗ്യം തന്നെ പറയാം. കാരണം നമ്മുടെ ഒരു ലൈഫ് അത് എനിക്കിപ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. നാട്ടിൽ കിടക്കുന്നതല്ല ഭാഗ്യം എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എവിടെ കിടന്നാലും നമ്മൾ മരിച്ചു പോകും. പക്ഷെ മരിച്ചു പോകുന്നതിന് മുമ്പ് ഇങ്ങനെ കയറി പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് പലരെയൊക്കെ കണ്ടുപിടിച്ച് കൂട്ടുപറ്റി ഒക്കെ പോകുന്നൊരു യാത്ര, അതൊരു ഭംഗിയേറിയ യാത്രയാണ്. എനിവേ, അങ്ങനെയായിരുന്നു ഇതുവരെയുള്ള യാത്ര. അപ്പം ആ യാത്രയിൽ കണ്ടുപിടിച്ചപ്പം അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെന്ന് പറഞ്ഞാൽ നേഴ്സുമാരാണ്. ഈ നേഴ്സുമാരുടെ അവരുടെ ഒരു യാത്ര ഭയങ്കരമാണ്. അവർ പലപ്പോഴും ആരുമായിട്ട് സംസാരിക്കാൻ അവരെ ആരും വിളിക്കുന്ന കണ്ടിട്ടില്ല. അങ്ങനെ നേഴ്സുമാരുടെ ഇൻ്റർവ്യൂ ഒന്നും പറഞ്ഞിട്ട് ആരും ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അതിന് പറ്റിയതിപ്പോൾ നേഴ്സുമാർ ഇറങ്ങിത്തിരിക്കാന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യണം എന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടാവുകയും അങ്ങനെ ആളുകളുമായിട്ട് സംസാരിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പോലും ഓൺ ദ വേ വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ്. എനിക്ക് 45 മിനിറ്റോളം ഡ്രൈവ് ഉണ്ട്. അപ്പോഴുള്ള ചിന്തയാണ്. ഞാൻ എൻ്റെ പല കൂട്ടുകാരോടും പറഞ്ഞു, പലരുടെയും സ്റ്റോറീസ് അമേസിങ് ആണ്. അവരുടെ ഹാർഡ് വർക്ക്, അവരുടെ പല ഡ്രീമുകളും വേണ്ടെന്ന് വെക്കുക, ഫാമിലിക്ക് വേണ്ടിയിട്ട് അവർ പല പല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതെല്ലാം നമ്മൾ പലപ്പോഴും കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ഇവരുടെ യാത്രയും ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ. അപ്പം അതെനിക്ക് ഒരു സ്റ്റോറി ആക്കണം. അത് ഒരു വീഡിയോയിൽ ഇവിടെ പറയണം. ഇത് കേൾക്കാൻ ആളുണ്ടോ ഇല്ല എന്നുള്ളതൊന്നുമല്ല. ജസ്റ്റ് എവറി ഡേ ഐ വോണ്ട് ടു ഡു ദിസ് എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയുകൊണ്ട് ഞാനിത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഥകൾ കേൾക്കേണ്ടത് തന്നെയാണ്. ഇത് ചിലരുടെ കഥ എന്ന് പറഞ്ഞാൽ ഒത്തിരി പൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന മലയാളി മിക്ക നേഴ്സുമാരിൽ കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലയാളി പെണ്ണുങ്ങളാണല്ലോ ഇതിനെല്ലാം കൂടുതലായിട്ട്. അവരുടെ കഷ്ടപ്പാട് നിസ്സാരമൊന്നുമല്ല. അവർ തന്നെ പഠിക്കാൻ പോകുന്നു, തന്നെ ഇറങ്ങിത്തിരിക്കുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിക്കുന്നു, കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ആണുങ്ങൾക്ക് ഇപ്പോൾ അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷെ അവരുടെ സ്റ്റോറി, അവരുടെ ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആവുന്നു, അവരുടെ ആ കഷ്ടപ്പാട്. അപ്പോൾ അതെല്ലാം ഒരു സ്റ്റോറി ആക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ ഞാൻ പലരോടും പറഞ്ഞപ്പോൾ എല്ലാവർക്കും തന്നെ അത് ഇഷ്ടമായി. അപ്പം ആ ഒരു ഐഡിയ തിരക്കായിട്ടില്ല. കാരണം നമ്മുടെ ഈ കഥകൾ മറ്റുള്ളവർ കേൾക്കേണ്ടതാണ്. ഒരുപക്ഷെ മറ്റുള്ള ആളുകൾക്ക് എൻകറേജ്ഡ് ആവണം. നമ്മുടെ യാത്രയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇതിൽ സക്സസ്ഫുള്ളായിട്ടുള്ള സ്റ്റോറികളുണ്ട്, അല്ലാത്ത സ്റ്റോറികളും കാണും. പഴയ നേഴ്സുമാരെ ഇൻ്റർവ്യൂ ഉണ്ട്. അമേരിക്കയിലൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 1970-ൽ അമേരിക്കയിൽ വന്ന് പല നേഴ്സുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര അത്ഭുതമാണ് അവരുടെ യാത്രയൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ട്. പിന്നെ ഇവിടെ ലോക്കലിൽ തന്നെയുള്ള ഒത്തിരി
നേഴ്സുമാരല്ലാത്തവരും പല പ്രവാസികളുടെയും കഥകൾ കേൾക്കണം. അങ്ങനെ അമേരിക്കയിൽ ഇപ്പോൾ ഉള്ള പ്രവാസികളുടെ കഥകളും പിന്നെ എനിക്ക് എൻ്റെ കൂടെ പഠിച്ച പലരും പല രാജ്യങ്ങളിലായിട്ടുണ്ട്. കുറച്ച് പേർ ന്യൂസിലൻഡിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, UK അവരൊക്കെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണു. അവരുടെയൊക്കെ കഥകളായിട്ട് ഈ പേജിൽ ഇങ്ങനെ ഡെയിലി ഇടണമെന്നാണ് ആഗ്രഹം. അതിനിടയ്ക്ക് ആരെങ്കിലുമൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ളവരൊക്കെ വന്നാൽ അവരുടെയും കഥകൾ ഇടണമെന്നുണ്ട്. അപ്പം അതിനു മുമ്പ് ഞാൻ എൻ്റെ കഥ പറയാം. ഞാൻ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ. പെരുമ്പാവൂർ നിന്ന് പിന്നെ നമ്മൾ പ്രീ ഡിഗ്രി അത്ര പഠിക്കണ ഒരാളല്ല ആയിരുന്നു. അത്ര പഠിക്കാൻ ഒരു കൽപ്പുള്ളൊരു മനുഷ്യനല്ലായിരുന്നു. അതിൻ്റെ കാരണം പലതും മനസ്സിലാവില്ലെന്നാണ്. ഞാനിപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ 10 വരെ പഠിക്കുന്ന മലയാളം മീഡിയത്തിലുള്ള മലയാളത്തിൽ എഴുതുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായി മനസ്സിലാകും. എന്നാൽ അത് പ്രീ ഡിഗ്രിയിലോട്ട് വരുമ്പോൾ അത് പെട്ടെന്ന് ഇംഗ്ലീഷിലേക്കാവുക. ഇംഗ്ലീഷിലാകുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവണ്ടേ, ഇവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കൂടെ മനസ്സിലാവണമല്ലോ. മനസ്സിലാവാത്ത കാരണം കൊണ്ട് തന്നെ ഇതെല്ലാം ബൈഹാർട്ടായിട്ടാണ് പഠിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല ഈ കാര്യം എങ്ങനെയാണ് ഇത് വർക്കാവണമെന്ന്. പക്ഷെ നമ്മൾ ബൈഹാർട്ടായിട്ട് അത് എഴുതി വയ്ക്കുക. അങ്ങനെ പഠിച്ച ഒരാളാണ്. അപ്പം അതിൽ ആദ്യമൊന്നും പാസ്സായില്ല. പിന്നെ രണ്ടാമത്തെ ഇതിനാണ് ഞാൻ പാസ്സായപ്പം എനിക്ക് വലിയ മാർക്കൊന്നും കൂടുതൽ കിട്ടിയില്ല. എനിക്ക് കിട്ടിയത് 5 മാർക്കാണ് കൂടുതൽ കിട്ടിയത്. സാഡ് സ്റ്റോറി അല്ലേ, 5 മാർക്ക് കൂടുതൽ കിട്ടിയ പോലെ എന്തോ ചെയ്യാല്ലേ. എനിവേ 5 മാർക്ക് കൂടുതൽ കിട്ടി. എനിക്ക് സെക്കൻഡ് ടൈമിലാണ് എഴുതിയിട്ട് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രൈവറ്റായിട്ട് ഡിഗ്രിക്ക് പോയിട്ടും ഒന്നും അത്ര ഗംഭീരമായെന്ന് പറയാനൊക്കത്തില്ല. കാരണം 3 വർഷം പഠിച്ചിട്ട് തോറ്റു. അങ്ങനെയാണ് നമ്മൾ നേഴ്സിങ്ങിന് പോകണോ. കാരണം എൻ്റെ അനിയൻ അന്നേരം നേഴ്സിങ്ങിന് ജോയിൻ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു പാത്ത് ഞാനും എടുത്തു. അങ്ങനെ നേഴ്സിങ്ങിനെ കുറിച്ചാണ്. അപ്പം നമ്മുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും പുറത്ത് പോകണമെന്നുള്ളതാണ്. അപ്പം പുറത്ത് പോകണതിന് ഒരു ജോലിയായിട്ട് ഒരു പ്രൊഫഷൻ കയ്യിൽ വേണമല്ലോ. കാരണം അതുവരെ വെൽഡിങ് പഠിക്കുകയോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ്റെ വർക്ക് പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം മാത്രമല്ല അങ്ങനെയുള്ള ഹാർഡ് വർക്ക് ചെയ്യാൻ എനിക്ക് അതിനുള്ള ഒരു ത്രാണിയില്ലെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ. പിന്നെ അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. അങ്ങനെ ഹാർഡ് വർക്കിനൊക്കെയായാലും ഒക്കെ ഒരു ജോലി, ഒരു സ്കിൽ പഠിച്ചെടുക്കാം എന്ന് വിചാരിച്ചിട്ട് നേഴ്സിംഗൊക്കെ ഒറ്റയടിക്ക് പാസ്സായി. ഡിഗ്രി തോറ്റു. കാരണം 16 പേപ്പർ കിട്ടാനുണ്ടായിരുന്നു ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്കും. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ 1, 2 അല്ലെങ്കിൽ 4, 5 പേപ്പറേ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കിയെല്ലാം എഴുതിയെടുക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ഇമ്പോസിബിളാണ്. അതുകൊണ്ട് പിന്നെ ആ ഒരു മാർഗത്തിൽ കൂടെ പോയില്ല, നേരെ ചെയ്തു. പക്ഷേ എൻ്റെ മദറും അവർ ഒത്തിരി സാക്രിഫൈസ്ഡ് ആയിട്ട് പപ്പയുടെക്ക് വീതം കിട്ടിയ കോട്ടയത്ത് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അത് വിറ്റാണ് ശരിക്കും നമുക്ക് എൻ്റെ നേഴ്സിങ്ങിന് അയക്കാനുള്ള പൈസ പുള്ളിക്ക് കിട്ടുന്നത്. അതിൽ വന്ന് 30,000 രൂപ ഡൊണേഷൻ കൊടുത്തിട്ടാണ് നേഴ്സിങ്ങിന് പഠിക്കുന്നത് ബാംഗ്ലൂർ. പിന്നെ മന്ത്ലി 800 രൂപ 850 രൂപ മന്ത്ലി ഫീസുണ്ട്. അതിൽ ട്രാൻസ്പോർട്ടും ഫുഡും എല്ലാം അതിൽ ഉൾപ്പെട്ടതാണ്. എന്നാലും നമുക്ക് അത്രയും ഫീസുണ്ട്. 300 രൂപ 1000 രൂപയാണ്. അപ്പം ഞങ്ങൾ 2 പേര് ആ സമയത്ത് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ. പുള്ളി പക്ഷേ അത്ര കഷ്ടപ്പെട്ടത് പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വഴിക്കൊക്കെ എത്തി. ഹാർഡ് വർക്ക് തന്നെയാണ് പുള്ളിയുടെ, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പുള്ളി ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഇവിടെ അമേരിക്കയിലുണ്ട്. എനിവേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നേഴ്സിങ്ങിന് പോയത്. നേഴ്സിംഗ് ഒറ്റയടിക്ക് പാസ്സായി. നേഴ്സിങ്ങിൻ്റെ കഥകളൊക്കെ രസങ്ങളാണ്. പക്ഷേ നേഴ്സിംഗ് ശരിക്കും റിയലി എൻജോയ്ഡ്. കാരണം നമുക്ക് ഇത് പഠിച്ച് ഇതൊരു തൊഴിലാക്കി എടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പോകുന്നതാണ്. അപ്പോൾ നേഴ്സിങ്ങിന് പഠിക്കുമ്പോഴേ എൻ്റെ മനസ്സിലാഗ്രഹമാണ് ഞാൻ ഗൾഫിൽ പോകണം, അല്ലെങ്കിൽ അങ്ങനെ. യൂറോപ്പൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. അമേരിക്കയെക്കുറിച്ച് ഭയങ്കരമായിട്ട് കേട്ടില്ല. അപ്പോൾ ചെറുപ്പം മുതലേ അമേരിക്കയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് താനും. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെയുള്ള പഠിത്തം പോലെ നല്ല പഠിത്തം വേണം. അപ്പം നല്ല പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, എക്സലൻ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ പണ്ടൊക്കെ എൻജിനീയേഴ്സും ഡോക്ടേഴ്സൊക്കെയാണ് പോകുന്നത്. അത്ര ഒരു ബുദ്ധി എനിക്കില്ല താനും. പക്ഷേ നേഴ്സിങ്ങിലൂടെ പോകാനുള്ള വകുപ്പുണ്ടെന്ന് നമ്മൾ പല പ്രാവശ്യം പല ആളുകളിൽ നിന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു പാത്ത് തിരഞ്ഞെടുക്കണേ നേഴ്സിംഗ് പോകാനായിട്ട്. അങ്ങനെ എനിവേ ദൈവം സഹായിച്ച് നമ്മൾ നേഴ്സിങ്ങിന് പോകുന്നു, ഒറ്റയടിക്ക് പാസ്സാവണം. ബോംബെ പോകുന്നു. ബോംബെയിൽ പ്രൈവറ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത്. ബോംബെ ഹോസ്പിറ്റലൊക്കെ ഞാൻ പ്രൈവറ്റ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്.
അവിടെ ഒരു സ്ഥലത്തേക്ക് താമസിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ കഥകൾ ഞങ്ങളവിടെ സ്ലമ്മിലാണ് താമസം. നമ്മുടെ ചോപ്പടകളിൽ ബോംബെയിലുള്ള ചേരി എന്ന് പറയാനൊക്കെ തന്നെ ചേരി പോലെയുള്ള സ്ഥലം തന്നെയാണ്. അതിലൊരു ചോപ്പടയിൽ ഞാനും താമസിച്ച് അവിടെ നിന്നാണ് പിന്നെ ഒരു നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് നമ്മുടെ നേഴ്സുമാരുടെ അസിസ്റ്റൻ്റായിട്ടൊരു ജോലി അബുദാബിയിൽ ഓപ്പൺ ആവുകയാണ്. ഒരു ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സെൻറ്റർ അബുദാബി. അപ്പോൾ അതിൽ ഓപ്പണായി. അപ്പോൾ അവർ നമ്മളെ ആ ജോലിക്ക് വിളിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ആ ജോലിയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ച് അങ്ങനെ പോവാം. അതൊരു രസമായിരുന്നു. ആ ജോലിയിൽ പോയി അങ്ങനെ ഷെയ്ഖ് ഖലീഫയിൽ ജോലിക്ക് കയറി. കാരണം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അന്ന് നേഴ്സുമാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് കിട്ടിയ ഓപ്പർച്യൂണിറ്റിക്ക് പോയതേ ഉള്ളൂ. അവിടെ ചെന്ന് നമ്മുടെ ആഗ്രഹം അമേരിക്കയിൽ പോകണമെന്നല്ല, പക്ഷേ എങ്ങനെ പോകുന്നത് അറിയുന്നില്ല. പക്ഷേ ഇവർ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ട് പിന്നെ നമ്മളൊരു ഹോസ്പിറ്റലിൽ എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. പക്ഷേ നേഴ്സായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാകും. പക്ഷേ അബുദാബിയിൽ ചെന്നപ്പോൾ ഒത്തിരി ഹോസ്പിറ്റലുകൾ നേഴ്സുമാർ നമ്മുടെ മലയാളികളെ ഇഷ്ടം പോലെ, മലയാളീസും ഇന്ത്യൻസും ഫിലിപ്പീനോസുമാണ് ഈ UAE മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നത്. എനിവേ അങ്ങനെ ആ ഒരു ഇത് നടന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 2000 മുതൽ ടോണി ബ്ലെയർ ആയിരുന്നു UK-യിൽ. അദ്ദേഹം അവിടെ ഒരു മെയിൻ ക്രൈസിസ് ആയിരുന്നു ഹെൽത്ത് കെയർ. അങ്ങനെ ഹെൽത്ത് കെയർ അവർ ഓപ്പൺ ചെയ്ത ഒരു സമയത്ത് ഞാൻ 2001 എനിക്കവിടെ നഴ്സിംഗ് ഹോമിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച നാട്ടിലുള്ള നഴ്സിംഗ് ഹോമുകളൊക്കെ ഒരു ഡോക്ടർ അല്ലെങ്കിൽ 2 ഡോക്ടർ, ചെറിയൊരു ക്ലിനിക്ക്, വൈകുന്നേരം അടച്ച്, ആ ഒരു രീതിയായിരുന്നു നമ്മുടെ ഒരു ധാരണ. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അത് മൊത്തം പ്രായമുള്ള ആളുകളെ നോക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മുടെ മെയിൻ സ്ട്രഗിൾ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പറയാൻ അറിയില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് പതിയെ നമ്മളെങ്ങനെയെങ്കിലൊക്കെ ഇത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് ഒരു സാഹചര്യം അങ്ങനെ ആയി വന്നാലും നമ്മൾ അതിനനുസരിച്ച് വർക്കാവുമ്പോൾ അത് നമുക്ക് ഇംഗ്ലീഷും നമുക്ക് വഴങ്ങി. പിന്നെ അങ്ങനെ 2001 ഞാൻ അവിടെ ചെല്ലുന്നു. ഈ 2000 എൻ്റെ കല്യാണവും കഴിയുന്നു. ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു പോയിട്ട് കല്യാണം കഴിക്കുന്നുണ്ട് ആ സമയത്ത്. പക്ഷേ അങ്ങനെ പിന്നെ ഞാൻ അബുദാബിക്ക് പോകുന്നു. ഇംഗ്ലണ്ടിൽ പോകുന്നു. ഇംഗ്ലണ്ടിൽ ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫും ഒന്നിച്ച് അവളും ജോയിനായി. അവൾക്ക് ഒരു വിസ കിട്ടി. ഞാൻ നിന്ന് എംപ്ലോയർ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. അങ്ങനെ അത് നടന്നു. അത് കഴിച്ചിട്ട് ഇംഗ്ലണ്ടിൽ വന്നു. ഇംഗ്ലണ്ടിൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ ഒരു അഡാപ്റ്റേഷൻ കോഴ്സ് എന്നാണ് പറഞ്ഞത്. ഇന്ത്യൻ ട്രെയിൻഡ് ആയിട്ടുള്ളവർക്കൊരു അഡാപ്റ്റേഷൻ കോഴ്സ് അന്നങ്ങനെയായിരുന്നു. ഇപ്പോൾ 6 മന്ത് നമ്മൾ ഒരു സൂപ്പർവൈസറുടെ താഴെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ, സൂപ്പർവൈസർ, അങ്ങനെ. അപ്പോൾ അവരുടെ കുറേ കോഴ്സുകളൊക്കെ ഉണ്ട്. അതിൻ്റെ താഴെ നിന്ന് വർക്ക് ചെയ്യണം. എന്നിട്ട് ഇഫ് ദേ ആർ കംഫർട്ടബിൾ to sign me off, then they will do that, and then I can work as a nurse. അതായിരുന്നു അതിൻ്റെ. ഇവിടെ ഇച്ചിരി ട്രാഫിക് ഉണ്ട് സ്ഥലത്ത്. ഞങ്ങളുടെ വീട് അടുക്കാറായി. അവിടെ ഒരു താഴെ ഇച്ചിരി പണിയുണ്ട്. അപ്പം അതാണ് കേസ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ എവിടെ കണക്ഷൻ പോകുന്നു. എനിവേ ഈ അവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവർ സൈൻ ഓഫ് ചെയ്തു. ഞങ്ങൾ ഒരു നഴ്സിംഗ് ഹോമിൽ നേഴ്സായിട്ട് കയറുന്നു. അങ്ങനെ നിന്ന് കുറച്ച് നാൾ, ഒരു 1.5 നിന്നിപ്പോൾ ഈ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നഴ്സിംഗ് ഹോമിൽ നിന്ന് അവർക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടാകുന്നു. അവർ ആ ഹോം അടയ്ക്കുകയാണ്. പിന്നെ അവർക്ക് നഴ്സിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. നഴ്സിംഗ് റിലേറ്റഡായുള്ള പേഷ്യൻസിന് വെച്ച് മാനേജ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് അവർ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അവരവരുടെ റെസിഡൻഷ്യൽ ഹോം ആക്കുക. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഞങ്ങളത് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ബ്രിസ്റ്റൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വെസ്റ്റ് സസെക്സിലാണ് ഞങ്ങൾ ആദ്യം വന്നത്. അവിടുന്ന് ബ്രിസ്റ്റലിലോട്ട് മാറി ഒരു 2 hours അവേ. പിന്നെ അവിടെയാണ് ഈ പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ, ബ്രിസ്റ്റൽ റോയൽ ഇൻഫർമറി എന്ന് പറഞ്ഞിട്ട് NHS ഒരു ട്രസ്റ്റാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവിടെ പല വാർഡുകൾ നമ്മളവിടെ കയറുന്നു. മെഡിക്കൽ, ആദ്യത്തെ വാർഡ് എൽഡർലി കെയർ വാർഡായിരുന്നു, ജീറിയാട്രിക് വാർഡ്. പിന്നെ ഒരു മെഡിക്കൽ വാർഡിലോട്ട് മാറി. പിന്നെ മെഡിക്കൽ അഡ്മിഷൻ യൂണിറ്റിൽ വന്നു.
പിന്നെ ഞാൻ വേറൊരു ഹോസ്പിറ്റലിലോട്ട് മാറി. അവിടെ മെഡിക്കൽ അഡ്മിഷൻ യൂണിറ്റ് എന്നും പറഞ്ഞു. നമ്മുടെ നാട്ടിൽ അതങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എമർജൻസി പോലെ തന്നെ ഇത് സംതിങ് എനിത്തിങ് റിലേറ്റഡ് ടു മെഡിക്കലായിട്ടാണ് മെഡിക്കൽ അങ്ങനെ സർജിക്കലും ഒക്കെ ഉള്ള പേഷ്യൻ്റാണ് വരുന്നതെങ്കിൽ അവർ ഇമ്മീഡിയറ്റ്ലി എയിനിൽ പോകാതെ എമർജൻസി റൂമിൽ പോകാതെ നേരെ മെഡിക്കൽ ഈ അസസ്മെൻറ്റ് യൂണിറ്റിലോട്ട് വിടും. ഞങ്ങളാണ് അസസ് ചെയ്യുകയും ഡോക്ടർ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു പരിപാടി നമ്മൾ ചെയ്തു. അങ്ങനെ അതാണ് നടത്തിയത്. അങ്ങനെ പിന്നെ അന്നേരം 2006 അവിടെ ഒരു ഏജൻസി വന്നു, അമേരിക്കയ്ക്ക് അവർ ഹയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ 2006 വീണ്ടും എനിക്ക് അമേരിക്കയിൽ പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുള്ളൂ. ഞാൻ ഏജൻസിയിൽ പോയി കാണുന്നു. അവർ പറഞ്ഞു ഇങ്ങനെ NCLEX സാറിനെ എഴുതണം, ദെൻ ദി ഏജൻസി ക്യാൻ ആക്ട് ആസ് എൻ എംപ്ലോയർ. അപ്പം NCLEX സാറിനെ എഴുതണം. അപ്പം അവർ പറഞ്ഞു ഓക്കെ, വി ക്യാൻ വർക്ക് ഇഫ് യു പാസ് NCLEX സാറ്, ദെൻ വി ക്യാൻ വർക്ക് ടുഗദർ ആൻഡ് ഏജൻസി ക്യാൻ ആക്ട് ആസ് എൻ എംപ്ലോയർ. അങ്ങനെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യക്കാർക്ക് അന്ന് 2006 ഞാൻ 5 വട്ടം എഴുതി NCLEX സാറ് കേട്ടാൽ 4-5 പ്രാവശ്യം എഴുതി. എനിവേ ഫൈനലി അത് നമ്മുടെ വരുതിക്ക് വന്ന് ഞാൻ പാസ്സായി. കാരണം ഒരിക്കലും പാസ്സാവെന്ന് വിചാരിച്ചല്ല, അന്നേരം അത് പാസ്സായി. പിന്നെ 5 പ്രാവശ്യം എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ഒരു 5,000-7,000 ക്വസ്റ്റ്യന് ആൻസർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരോടും പറയുന്നില്ലല്ലോ ഇതെഴുതുന്നത്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നീ എഴുതുന്നത് പറഞ്ഞിട്ട് അവൾ BSc പഠിച്ച ആളായിരുന്നു, BSc നഴ്സിംഗ് ആയിരുന്നു. അവൾ പറഞ്ഞില്ല ഞാൻ എഴുതി പാസ്സായാലേ അമേരിക്കയിൽ പോകണു, അവൾ എഴുതുള്ളൂ. ഐ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പം പിന്നെ അതൊരു കണക്കിന് നന്നായി. അവളങ്ങനെ കെട്ടി പിടിച്ചുകൊണ്ട് നമ്മൾ വാശിക്കരുത് പഠിക്കേണ്ടി വന്നു. അതൊരു എൻ്റെ ഒരു തൊട്ടടുത്തുള്ള നെയ്ബറും ഞാൻ ഒരു സിസ്റ്ററെ പോലെ കാണുന്ന ഒരു പുള്ളിക്കാരത്തി, ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത്. ഷീ ഈസ് വെരി ഇൻ്റലിജൻറ്റ്. അപ്പോൾ പുള്ളിക്കാരത്തി പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ പഠിപ്പിക്കുകയും ചെയ്യായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നേഴ്സിംഗ് ഒന്നും കൂടെ പഠിച്ചതെന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഈ പറഞ്ഞ് NCLEX സാറിന് ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ ഈ നമ്മുടെ ഈ അവരെൻ്റെ എംപ്ലോയറായിട്ട് ആക്ട് ചെയ്ത് EB3 വിസ എന്നാണ് പറയുന്നത്. എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് ഒരു വിസയുണ്ട്, അതിന് കാറ്റഗറി 3 എന്നാണ് പറയുന്നത്. ആ ഒരു വിസയ്ക്ക് വേണ്ടിയിട്ട് അവർ അപ്ലൈ ചെയ്യുന്നു. എൻ്റെ ഇംഗ്ലീഷ് ടെസ്റ്റും പാസ്സാവണമായിരുന്നു. IELTS അതിന് സ്പീക്കിങ്ങിന് 7 വേണം, ഓവറോൾ 7 വേണമായിരുന്നു. എനിക്ക് 7 സ്പീക്കിങ്ങിനുണ്ടായിരുന്നു. പക്ഷേ ഒരു ഹാർഡ് പാർട്ട് എനിക്ക് റൈറ്റിംഗ് ആയിരുന്നു. കാരണം അത്രയും നാൾ നമ്മളൊരു UK നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് പിക്ക് ചെയ്യുമല്ലോ. പക്ഷേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി. പക്ഷേ എനിവേ സാരമില്ല, ഞാൻ അതും 3-4 പ്രാവശ്യം ഇത് ആരോടും പറയുന്നില്ല. നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, തോറ്റുകൊണ്ടിരിക്കുക. നമ്മൾ ആരോടും പറയണമൊന്നുമില്ല. വീട്ടിലൊക്കെ ഇച്ചിരി കരച്ചിൽ ബഹളങ്ങളൊക്കെ നമ്മൾ നല്ല സങ്കടപ്പെടാതല്ലാതെ വേറെ ഇതിന് മാർഗ്ഗമൊന്നുമില്ല. പക്ഷെ വേറൊരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് എനിക്ക് ചിന്തയില്ലാത്തതുകൊണ്ട്, ഇത് വേണമെന്നുള്ള വാശിയുള്ളതുകൊണ്ടും നമ്മൾ കീപ്പ് ഓൺ റൈറ്റിങ്, അത്രേ ഉള്ളൂ. അതിനെ അപ്പം കുറേ പ്രാവശ്യം അങ്ങനെ എഴുതി കഴിയുമ്പോൾ ദൈവം പറഞ്ഞാണ് ഇവൻ പോട്ടെ തോന്നിക്കാണോ ഞാനൊക്കെ പാസ്സായി. അങ്ങനെയാണ് ഫയലിംഗ് ഒക്കെ നടന്നത്. EB3 കാറ്റഗറിയിൽ എന്നെ അവർ ഫയൽ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു നമ്മുടെ ഒബാമ ഇവിടുത്തെ പ്രസിഡൻ്റായി വരുന്നത്. ഒബാമ പ്രസിഡൻ്റായിട്ട് വന്നപ്പോൾ അന്നത്തെ ഒരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു മൈഗ്രേഷൻ. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇത് വേണ്ട എന്നും പറഞ്ഞിട്ട് അതിന് റിട്രോഗ്രഷൻ എന്നും പറഞ്ഞൊരു സംഭവം. എന്ന് വെച്ചാൽ റിട്രോഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റോപ്പിംഗ് എന്നല്ല, ഹയറിങ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവുന്നില്ല. ഇവർ ഈ ഓരോ രാജ്യത്തെയും തിരിക്കും. എന്നിട്ട് ഇന്ത്യക്കാർക്ക് ഇത്ര വിസ കൊടുക്കുകയുള്ളൂ, ഈ ഫിലിപ്പീനുകൾക്ക് ഇത്ര വിസ കൊടുക്കും, ജോർദാനികൾക്ക് ഇത്ര, ചൈനക്കാർ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ കാറ്റഗറി വളരെ ക്വിക്കായിട്ട് ഫില്ലാവും. കാരണം ഇന്ത്യയിൽ നിന്ന് ഒത്തിരി പേര് അമേരിക്കയിൽ പോകാൻ നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ കിട്ടില്ല. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തത് 1-2 വർഷമല്ല, നീണ്ട 12 ഇയേഴ്സാണ്. സോ 2006 പാസ്സായി 2018 എനിക്ക് ഇത് കിട്ടുന്നത്. അപ്പം നോക്കി, അപ്പോൾ എന്തോരം നാളെ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇനി സാരമല്ല, ദൈവം സഹായിച്ച് വിസയെല്ലാം അടിച്ചു കിട്ടി. ഞാനൊരു പുതിയ വീട്ടിലോട്ട് മാറിയായിരുന്നു. കാരണം ഇനി വിസ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഒരു ഡൗട്ടായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഫെയ്ഡായിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 3 പിള്ളേർ അവിടെ ഉണ്ടായി, അവർ സ്കൂളിൽ പഠിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പം ഇനി
പെട്ടെന്നൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം അത് ഞാൻ പുതിയ വീട് വാങ്ങിച്ചിട്ട് വിത്തിൻ 1 മന്താണ് ഞങ്ങളൊരു കർട്ടനൊക്കെ വീടിൻ്റെയൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. ഞാൻ ആരോടും പറഞ്ഞില്ല, കാരണം ഇത് പറഞ്ഞ വീട്ടിൽ ഞങ്ങളെ ആവും. കാരണം അവർക്ക് അപ്പോഴത്തേക്കും ഒരു 10-18 വർഷം ഒരു സ്ഥലത്ത് ജീവിച്ച്, 17 വർഷത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് ജീവിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ഒത്തിരി വി ഓൾ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. പിന്നെ പിള്ളേർക്ക് അങ്ങനെ അവരൊരു വൈഫും അവരുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ സെറ്റിൽ ആവുന്നു. ദെൻ ഇമ്മീഡിയറ്റ് ഒരു മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമുള്ളൊരു കേസല്ല. അങ്ങനെ ആരും അതിന് തയ്യാറാവില്ല. അപ്പം എന്തോ ചെയ്യാനൊക്കെ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതൊരു വിഷമമായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ മനഃപൂർവ്വം അവരോട് പറഞ്ഞില്ല ഇങ്ങനെ പോവുകയാണെന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ പേപ്പർ വർക്കുകളൊക്കെ പോയി ഒരു ദിവസം പറഞ്ഞു, സി ഐ ഹാവ് എ ഡ്രീം ആൻഡ് ഇറ്റ്സ് അബൌട്ട് ടു കം. പുള്ളിക്കാരത്തോട് പറഞ്ഞപ്പോൾ വൈഫ് പിന്നെ എന്തോ അവള് ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. ദെൻ നമ്മുടെ ഡ്രീമാണ്, നമ്മൾ പോയേ പറ്റുള്ളൂ. ആളുകൾ കരയൊക്കെ ചെയ്യും, പക്ഷേ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ഒരു ഏകദേശം ഇതിൽ ഈ ഡ്രീമിൽ നമ്മൾ പോകണു എന്ന് അവർക്ക് മനസ്സിലായപ്പം ഓക്കെ 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 വി വിൽ ഓൾ ഫോളോ ചെയ്യും. അങ്ങനെയാണ് പിന്നെ വന്നത്. പിന്നെ പിള്ളേർ ഭയങ്കര പ്രശ്നമായിരുന്നു, പക്ഷെ സാരമില്ലായിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ പേരൻസ് ഇവിടെയുണ്ട്, എനിക്കൊരു ബ്രദറും ഉണ്ട്. ഞങ്ങൾ 2 ബ്രദേഴ്സ് ഉണ്ട്, അതിലൊരുത്തൻ ഇവിടെയായിരുന്നു, നടുക്ക് ഉണ്ടായിരുന്നു. അപ്പം പുള്ളിനെ കാണാനായിട്ടും കൂടെ ഞങ്ങൾ ഇതിനു മുമ്പ് 2008 വന്നിട്ടുണ്ട്. 2006 പാസ്സായി, പിന്നെ 2008 വന്നിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ ഈ സ്ഥലമെല്ലാം ഇഷ്ടമായിരുന്നു. അപ്പം പിന്നെ കൂടുതൽ എൻ്റെ മോൻ അത്ര അവന് ഡാഡിയുടെ സ്വപ്ന ലെറ്റ് ഹിം ഗോ വിത്ത് ഹിസ് ഡ്രീം എന്നൊക്കെ ഉള്ളൊരു ചെറുതായിരുന്നു കൊച്ച്. അവന് 4-5 അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത്. പക്ഷേ ഹീ സപ്പോർട്ടഡ് മീ. അങ്ങനെ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ വന്നു. ഇവിടെ വന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ആരിസോണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നത്. അവിടെ ICUലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടുത്തെ കോൺട്രാക്റ്റിൽ ഞങ്ങൾ വരുന്നത്. അപ്പം നമ്മൾ EB3 വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേഴ്സുമാർക്ക് അത് ഗ്രീൻ കാർഡ് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം എനിക്ക് ഗ്രീൻ കാർഡ് തരുമ്പോൾ ഇൻ റിട്ടേൺ ഐ ഹാവ് ടു വർക്ക് 2.5 years. അങ്ങനെ നമ്മൾ പറയാനൊക്കത്തുള്ളൂ ഇയർ കണക്കിലാവുമ്പോൾ. ശരി, ഇയർ കണക്കല്ല, 4500 hours അവർക്ക് വർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇറ്റ് ടേക്സ് അറൗണ്ട് 2.5 years. എനിവേ അത് ഫിനിഷ് ചെയ്തപ്പം നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം തീർന്നു. ഇപ്പോൾ കോൺട്രാക്റ്റ് തീർന്നു. നമ്മൾ കൊണ്ടുവന്ന ഏജൻസിയും ഞങ്ങൾ തമ്മിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധങ്ങളോ ഉത്തരവാദിത്തങ്ങളോ ബാധ്യതകളോ ഇല്ല. ഞങ്ങൾ ഫ്രീ ആയി. പിന്നെ ഞാൻ എൻ്റെ പാരൻസ് ഹൂസ്റ്ററിലായിരുന്നു. സോ ഐ എം ഹിയർ. So now I'm working in the largest hospital in the world, one of the best cancer center in the world എന്നാണ് പറയാവുന്നത്. അതിലിവിടെ ഒത്തിരി ഫോറിൻ പേഷ്യൻസ് ഉണ്ട്, അല്ലാത്ത പേഷ്യൻസ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. അപ്പം ഇതെൻ്റെ അനിയൻ്റെ അവരുടെ കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റി അവരുടെ വീട് ഇവിടെയാണ്. അപ്പം ഞാൻ അവനെ കാണാനായിട്ട് വരുന്നതാണ്. അപ്പം അതാണ് ഞാൻ ഇവിടുന്ന് ഈ വഴി കയറി പോകുന്നത്. എനിവേ അങ്ങനെ ഞങ്ങൾ ഞാൻ അബുദാബിയിൽ ഹ്യൂസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. ഇവിടെ MD ആൻഡേഴ്സൺ ക്യാൻസർ സെൻറ്റർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്, അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ സോ ഐ എം സീയിങ് ലോട്ട് ഓഫ് നഴ്സസ് ആൻഡ് ദ സ്റ്റോറീസ് ആർ ഇൻക്രെഡിബിൾ. ഫാസിനേറ്റിംഗ് ആണ് ഇവരുടെ സ്റ്റോറി. അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ശരിക്കും ഐ എം 50 year old. ഐ മേ വർക്ക് ഫോർ അനദർ മേ ബി 10 more years, അത്രേ ഉള്ളൂ. പക്ഷേ നഴ്സിംഗ് ഈസ് എ ഗുഡ് പ്രൊഫഷൻ. എൻ്റെ വെറും ഡിപ്ലോമ നേഴ്സായിരുന്നു. വിത്ത് ദാറ്റ് ഡിപ്ലോമ ഐ ട്രാവൽഡ് 4 different countries. This is my 11th hospital. I met thousands of people from all over the world. The stories are incredibly good, and it's really hard, but it is worth to go for nursing if you're honestly work ചെയ്യുകയാണെങ്കിൽ. ഇത് നല്ലൊരു പ്രൊഫഷനാണ്. നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യും. എൻ്റെ അനിയൻ്റെ വീടെത്തി ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പം ഇവൻ്റെ വൈഫ് നേഴ്സാണ്. അകലെയാണ് ഇവൻ വന്നത്. നൈസ് ഹൗസ് ആൻഡ് നൈസ് ലൈഫ് സ്റ്റൈൽ, ക്ലീൻ ഏരിയ.
ഉണ്ടോ, നല്ല ഭംഗിയല്ലേ. അപ്പം ഞാൻ പറഞ്ഞേ അത് ഒരു വെയിറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അപ്പം അത് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടുത്തെ സ്റ്റോറികളെല്ലാം കാണിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഓക്കെ, ഇത് ഒത്തിരി ലോങ് ആയിപ്പോയി. എനിവേ, ഐ വിൽ കം ബാക്ക് വിത്ത് മോർ സ്റ്റോറീസ്. ഓക്കെ, ബൈ.